Who has the right to live here? Humans or elephants? This debate has been raging in the picturesque hills of Chinnakanal and Shantanbara in Kerala's Idukki district for nearly 2.5 decades. In 2002, the UDF government led by Chief Minister A.K. Antony allotted 1 acre each to 301 landless and displaced tribal families in Chinnakanal, creating what came to be known as the 301 colony. But that decision came under intense scrutiny and criticism in the years that followed, mainly because the region was known to be a natural elephant habitat. The conflict has now reached a flashpoint, with local Congress leaders saying that establishing 301 colony was a mistake, fueling fears of eviction among the tribal community. ഒരേക്കർ വെച്ചിട്ട് 301 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശുപാർശയുടെ പേരിൽ ഉണ്ടായ തീരുമാനമാണ്. അവരുടെ കുരുട്ടുബുദ്ധിയിൽ ഉദിച്ച ഒരു വിഷയമായിരുന്നു 301 കൊള്ളി. സ്ഥിരമായി ആന താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഈ ആളുകളെ താമസിക്കാനായിട്ട് കോളനൈസേഷൻ സ്കീം വെച്ചിട്ട് കൊടുത്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഈ ആന അവിടുന്ന് ഇറങ്ങി ആനയ്ക്ക് താമസിക്കാനുള്ള സ്ഥിരതാമസം മാറിക്കഴിഞ്ഞ് ഇങ്ങോട്ട് മാറുന്നു. സ്വാഭാവികമായും ആന പിന്നെ കണ്ടതിലെല്ലാം കയറി പോകാൻ തുടങ്ങുന്നു. അന്നത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റിദ്ധാരണയുടെ ഫലമാണ് അന്ന് 301 കോളനി ആന സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന വാസസ്ഥലം മാറ്റിയിട്ട് അവർക്കത് കൊടുക്കാൻ കാരണമായത്. Local community leaders and residents say it would be grossly unfair to evict them from land that has been their home for more than 2 decades. Instead, they want the elephants to be relocated, arguing that doing so would be far more cost-effective than displacing hundreds of tribal families. അന്ന് 26 വർഷത്തിന് മുമ്പ് സർക്കാരാണ് നമുക്ക് സ്ഥലം നൽകിയത്. അപ്പോൾ സർക്കാർ തന്നെ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് സർക്കാർ തന്നെ അത് ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നേതാക്കന്മാർക്ക് വല്ലതും പറയാം. ഞങ്ങൾ 26 വർഷമായിട്ട് ഇവിടെ താമസിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ആരും മാറാനായിട്ടുള്ള തയ്യാറല്ല. കാരണം ഇപ്പോൾ ഈ പഞ്ചായത്തിലിപ്പോൾ ഈ 300 വീട്ടുകാരെ മാറ്റണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാണ്. അതൊക്കെ അവർക്ക് 19 ആനയെ മാറ്റാം. ആനയെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഒരു 3 പഞ്ചായത്തുകാർക്ക് ഈ 19 ആനയെ മാറ്റിയ 3 പഞ്ചായത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ടിലാകും. പക്ഷേ ഇവിടുന്ന് 300 കുടുംബത്തെ മാറ്റണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്, ഒത്തിരി ചിലവുകൾ കൂടുതൽ. ആ ചിലവിൽ ഈ 19 ആനയെ മാറ്റാം. ആനയെ മാറ്റി കഴിഞ്ഞാൽ 4 പഞ്ചായത്തുകാർക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാം. They also questioned the focus on the 301 colony, alleging that it is being unfairly singled out and blamed for the human-elephant conflict despite the presence of several other settlements in the region. Their ire is particularly directed at resorts and other commercial establishments which they allege have encroached on forest land and obstructed traditional elephant corridors. എവിടെ ആന അടിച്ച് ഒരു മനുഷ്യൻ മരിക്കുകയോ അല്ലെങ്കിൽ ആന ഓടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 301 കോളനി തന്നിട്ടാണെന്നാണ് ഇവിടെയുള്ള നേതാക്കന്മാർ പറയുന്നത്. ഇവിടെ ആന അടിച്ച് കൊല്ലണത് ഞങ്ങളുടെ 301 കൊടുത്തിട്ടല്ല. ഈ 301 മാത്രം ഇറക്കി വിടണം, ഇവിടെ 301 ഇറക്കണമെന്ന് പറയുന്നുണ്ട്. ഈ മോൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ കയ്യേറ്റക്കാരുണ്ട്. ടെൻറ്റുകൾ പണിത് റിസോർട്ട് പണിത് താമസിക്കണം. അവർ ഫെൻസിങ് അതും എല്ലാം ഇട്ടിട്ട് ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ 301 മാത്രമായിട്ട് എങ്ങനെയാണ് സാറേ ഇതിങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്? ഈ കാണാവുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കയ്യേറിയിട്ടുണ്ട്. ഈ കയ്യേറ്റക്കാരെ തന്നെ ഇവർ ഈ പാർട്ടിക്കാർക്ക് ആർക്കും കാണത്തില്ല. ആനത്താരെ കൊണ്ടല്ലേ ഇവരൊക്കെ ഓരോ റിസോർട്ടുകളും പണിത് കെട്ടിടങ്ങളും പണിത് വെച്ചിരിക്കുന്നത്, കയ്യേറിയിരിക്കുന്നത്. അവരൊക്കെ ഒഴിപ്പിക്കാൻ തന്നെ ഇവർ പറയാത്തത്. The frequent human-elephant conflicts have often turned fatal. According to official figures, 47 people have lost their lives in such encounters over the past 2 decades. Many families have also abandoned their homes and moved to safer areas because of the wildlife threat. Those who remain say they have lived in constant fear of deadly encounters with elephants. Yet, despite the risks, they insist they do not want to leave now. ഒത്തിരി വർഷങ്ങളായി ഞങ്ങളുടെ ആയുസ് തീർന്നു, ആരോഗ്യം തീർന്നു, മക്കളായി. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ പോകത്തില്ല. വേണമെങ്കിൽ അവരുടെ ആനയെ അവർ മാറ്റി തരട്ടെ, ഞങ്ങളെങ്ങും പോകത്തില്ല. 26 വർഷമായി ഞങ്ങളുടെ ജീവിതം ഇവിടെ കിടന്ന് പോയി.
ഞങ്ങൾക്ക് അസുഖവും കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ ഇത് ഇറക്കണമെന്ന് പറയുന്നുണ്ട്. ഈ 301 കോളനി കൊടുത്തപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ എവിടെയായിരുന്നു? ഈ നേതാക്കന്മാർക്ക് അറിയത്തില്ലേ ഇത് 301 കോളനിയിൽ ഇത് ആന ഉള്ളത് ഇത് കൊടുക്കാൻ പറ്റൂല എന്ന് പറയാൻ പാടില്ലായിരുന്നു അവർക്ക്? ഞങ്ങളിപ്പോൾ ഇത്രയായി, ഞങ്ങളുടെ ജീവിതം ഇവിടെ പോയി. ഇനി ഞങ്ങൾ എങ്ങോട്ട് മാറ്റാനാ? ഞങ്ങൾ തന്നെ ഈ സർക്കാരിനും ഇവിടെ കിടക്കുന്ന നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും തട്ടിക്കളിക്കാൻ പറ്റിയ ആദിവാസികളാണോ ഞങ്ങൾ? The local MLA says the government is seeking expert advice on the possibility of relocating the approximately 17 elephants that remain in the region. However, questions remain over the costs and effectiveness of such an exercise. In 2023, Arikomban, the notorious rice tusker that frequently raided homes and shops in Chinnakanal, was tranquilized and translocated to the Periyar Tiger Reserve. However, the elephant later wandered into neighboring Tamil Nadu and entered human habitations in Kambam. He was subsequently captured again and relocated deep inside the Kalakkad Mundanturai Tiger Reserve. ചിന്നക്കനാലിനെ സംബന്ധിച്ച് ഇനി അവശേഷിക്കുന്ന ഈ 17 ആനകളെ ഒന്നുകിൽ പറമ്പിക്കുളം അതല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവ് അങ്ങനെയുള്ള ഭാഗത്തേക്ക് ഇതിനെ അപ്പാടെ ഇവിടെ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരെണ്ണത്തിനെ മാറ്റുന്നതിന് 50 ലക്ഷം രൂപയാണ് എങ്കിൽ 17 എണ്ണത്തിനെ മാറ്റണമെങ്കിൽ ഏതാണ്ട് ഒരു 5-8 കോടി രൂപ ചെലവ് വരുന്ന ഒന്നാണ്. പക്ഷേ ഇനി ഒരിക്കലും കാട്ടാനകളുടെ ആക്രമണം ഈ ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലകളിൽ ഉണ്ടാകാത്ത രീതിയിൽ ഈ ഇപ്പോൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഇനി അവശേഷിക്കുന്ന ആന സംഘത്തെ അവിടുന്ന് മാറ്റാനുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവമായ രീതിയിലുള്ള പഠനങ്ങളും നടക്കുന്നു. ആ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഗവൺമെൻറ് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ്. In Chinnakanal, every death is followed by protests, emergency meetings and compensation announcements, yet little has changed on the ground to prevent further loss of life. A decision now awaits both the residents of the 301 colony and the elephants, and whichever way it goes, it is likely to change their futures forever.